കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്കുള്ള ഗവർണറുടെ നാമനിർദ്ദേശത്തിൽ ഗവർണറെ അനുകൂലിച്ച് KPCC അധ്യക്ഷൻ സംഘപരിവാറുകളെ നോമിനേറ്റ് ചെയ്യുന്നതിന് എന്താണ് തടസ്സമെന്ന് കെ സുധാകരൻ. അതിൽ നല്ല ആളുകളെങ്കിൽ എന്തിന് എതിർക്കണമെന്നും കെ സുധാകരൻ ചോദിക്കുന്നു. അപ്പൊ BJP സംഘപരിവാർ അനുകൂല ആളുകളെ ഞങ്ങളത് എതിർക്കുന്നില്ലല്ലോ. അതിലും കൊള്ളാവുന്നവരുണ്ട്, അവരെടുക്കുന്നതിന് എന്താ തടസ്സം? അവരെടുത്തോട്ടെ. ഞങ്ങളത് രാഷ്ട്രീയം തിരിച്ചു കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വന്നിരിക്കുന്നവർ ആ പോസ്റ്റിൽ ഇരിക്കാൻ യോഗ്യരാണോ എന്നതാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. ഇല്ല, സംഘപരിവാർ മാത്രം. അവരും ജനാധിപത്യത്തിലെ ഒരു പാർട്ടിയല്ലേ. അനൂപ് ദാസ് ചേരുന്നുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. അനൂപ്, വീണ്ടും സംഘപരിവാറിനെ തഴുകിയുള്ള KPCC അധ്യക്ഷന്റെ പരാമർശമാണ് വലിയ ചർച്ചയ്ക്കൊക്കെ വഴിവെക്കുന്നതാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞ സാരാംശങ്ങൾ? പ്രധാനപ്പെട്ട കാര്യം, കാലിക്കറ്റ് സർവകലാശാലയിലെയും കേരള സർവകലാശാലയിലെയും സെനറ്റുകളിൽ ഗവർണർ നിയോഗിച്ച ആളുകളെ സംബന്ധിച്ച ചോദ്യത്തിനാണ് KPCC അധ്യക്ഷൻ മറുപടി പറഞ്ഞത്. അദ്ദേഹം പറയുന്ന കാര്യം ആരാണ് എന്നത് വിഷയമല്ല, അവർക്ക് യോഗ്യതയുണ്ടോ എന്നതാണ് വിഷയം എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. പ്രധാനമായും കോൺഗ്രസിൻ്റെ ആളുകളും ലീഗിൻ്റെ ആളുകളും എല്ലാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനൊന്നും ലിസ്റ്റ് ഞങ്ങൾ നൽകിയതല്ല, അവരുടെ യോഗ്യത മാത്രമാണ് വിഷയം. സംഘപരിവാർ എന്താ ജനാധിപത്യ സംവിധാനത്തിലുള്ളവരല്ലേ എന്ന ചോദ്യം ചോദിക്കുന്നു. സംഘപരിവാർ ആയത് പ്രശ്നമല്ല, എന്നാൽ അവരുടെ യോഗ്യത പ്രശ്നമാണ്. ആ യോഗ്യത പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു സമിതിയെ KPCC വെച്ചിട്ടുണ്ട്. ഒരാഴ്ചക്കകം അതിൻ്റെ റിപ്പോർട്ട് ലഭിക്കും. അതിനുശേഷം കാര്യങ്ങൾ പരിശോധിക്കാം എന്നാണ് KPCC അധ്യക്ഷൻ വിശദമാക്കുന്നത്.